അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി, മിഴി നിറയും അനുതാപം അറിയാതെന്നിൽ വഴിയുകയായി. ആരഭയം ഇനി ഇരുളകലേ, തെളിദീപം നീയൊഴികെ ആകുലമാമൊരു ഹൃദയവുമായി തിരയും ഞാൻ നിൻ വഴിയിൽ. പരിപാവനനാഥനതോതിയ പോലെ ഒരു മനമോടെ ബലിയേകാം. കാൽവരിയോർമ്മയിലെളിയവനെ നാം മഹിമകളോടെ വാഴ്ത്തിടാം. അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി, മിഴി നിറയും അനുതാപം അറിയാതെന്നിൽ വഴിയുകയായി. വാനമേഘത്തിരമുകളിൽ ഒടുവിൽ നീ വരവാകുമ്പോൾ യോഗ്യയല്ലെന്നറിയുകയും ഒരു നേരം വിളിയോർത്തു ഞാൻ. ഏവമെന്നെ കരുതിയിടാൻ ചോരവാർന്നോരുടയോനേ, ഈഴയെന്നിൽ ഒരു നാളും കാണുകില്ലേ കുറവുകളെ. അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി, മിഴി നിറയും അനുതാപം അറിയാതെന്നിൽ വഴിയുകയായി. പരിപാവനനാഥനതോതിയ പോലെ ഒരു മനമോടെ ബലിയേകാം. കാൽവരിയോർമ്മയിലെളിയവനെ നാം മഹിമകളോടെ വാഴ്ത്തിടാം. എന്തു ഭംഗിയല്ലേ ഈ പിള്ളേരെ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് കാണാൻ. അമ്മമാര് തീരെ പുറകിലല്ലാട്ടോ, പിള്ളേരെ പോലെ തന്നെ നല്ല കട്ടയ്ക്ക് നിന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. എ റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഓൾ ഓഫ് ദം. പക്ഷേ എന്താന്നറിയില്ല, പലരുടെയും മുഖം കണ്ടാലറിയാം നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ടെന്ന്. ഓക്കെ, ചോദിച്ചോളൂ. അച്ഛാ, നമ്മുടെ ചുറ്റുപാടിൽ ഇത്ര മോശ സംഭവങ്ങൾ നടക്കുമ്പോൾ എന്താണ് നമ്മൾ ഇത്തരം പ്രോഗ്രാംസ് എന്ന് മനസ്സിലാക്കേണ്ടത്? ദാറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. വേറെ ആർക്കെങ്കിലും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? Acha, is the current war that's happening relevant to the scriptures? അതായത് പുരാണങ്ങളിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും പരാമർശമുണ്ടോ എന്നല്ലേ? അണ്ടർസ്റ്റുഡ്. അടുത്ത ചോദ്യം. വർഗീസ് ചേട്ടാ, ചോദിച്ചോ. എനിക്കും കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടച്ചാ, പക്ഷെ എവിടെ പോയിട്ടാ ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പൊ നമുക്ക് 3 തരം ചോദ്യങ്ങളാണുള്ളത് കേട്ടോ. ഒരു റിഫ്ലക്റ്റീവ്, ഒരു പ്രാക്ടിക്കൽ, പിന്നെ ഒരു സർക്കാസ്റ്റിക് ക്വസ്റ്റ്യൻ. അതായത് ഒരു ചിന്തിപ്പിക്കുന്ന ചോദ്യം, ഒരു പ്രായോഗിക ചോദ്യം, പിന്നെ ഒരു പരിഹാസ ചോദ്യം. ഓക്കെ, ഞാനിവിടെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാം. അതിന്റെ അവസാനം നിങ്ങളുടെ 100% പ്രസക്തിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കും, ഉറപ്പ്. നമ്മൾ എവിടെ വെച്ച് കണ്ടു നിർത്തിയോ അവിടുന്ന് തന്നെ നമുക്ക് തുടരാം. വർത്തമാനകാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഭൂതകാലത്തെ പുനരവലോകനം ചെയ്യണം. ആ സംഭവങ്ങൾ മനസ്സിലാക്കിയാലേ നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയെന്നും ഇനി എങ്ങോട്ട് പോകണമെന്നും അറിയാൻ കഴിയൂ. AD 33. ക്രിസ്തുവിനെ ഗെത്സമനി തോട്ടത്തിൽ വെച്ച് പിടികൂടിയിട്ട് ഏകദേശം 12 മണിക്കൂറിന് ശേഷം. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നീയാണോടാ നസ്രായനായ ഈശോ? പറയടാ, നീയാണോടാ നസ്രായനായ ഈശോ? ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചവനെ സാബത്ത് ദിവസം തുടങ്ങുന്നതിന് മുൻപ് ക്രൂശിപ്പിക്കണം. വേഗാകട്ടെ. AD 2022. ജോസേട്ടാ, നിങ്ങൾ പറയുന്ന പോലെ അത്ര ഗൗരവമുള്ള കുറ്റമൊന്നും അല്ലല്ലോ ഈ ബ്രെഡ് മോഷ്ടിക്കണത്. അച്ഛാ, ഇത് ഇന്നലെ തുടങ്ങിയതല്ല, പല തവണയായി. അച്ഛൻ പോയി പള്ളിയിലെ കാര്യം നോക്ക്, ഞങ്ങൾ ഇവനെ കൈകാര്യം ചെയ്തോളാം. അമ്മേ, നീ എന്താണോ വിചാരിച്ചേ? പള്ളിയിലേക്ക് ഓടിപ്പോയാ നീ രക്ഷപ്പെടുന്ന? നിന്റെ കള്ളക്കളി ഇന്നത്തോടെ അവസാനിപ്പിക്കും. പിടിച്ച് കെട്ടടാ ഇവനെ. ജോസേട്ടൻ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്ക്. ജോൺ സാറതെ ഇവന്റെ വീട്ടിലെ കാര്യം അറിയിക്കാൻ പോയിട്ടുണ്ട്.
എണീക്കടാ കള്ളം മത്തായി. രാജാവേ, അങ്ങേക്ക് വന്ദനം. ഇതാ അങ്ങയുടെ കിരീടം ഞാൻ എളിമയോടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിന്റെ കള്ള ഉപമകൾ ഞങ്ങളെ കേൾപ്പിച്ച് വഴി തെറ്റിക്കാമെന്ന് വിചാരിച്ചോ? ഇല്ല ചേട്ടാ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നീ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ചേട്ടാ, ഞാൻ പൈസ വെച്ചിട്ട് തന്നെ ബ്രെഡ് എടുത്ത്, ഞാൻ കട്ടിട്ടില്ല. ജോസേട്ടൻ സംസാരിച്ച് നിൽക്കാണ്ട് രണ്ടെണ്ണം പൊട്ടിക്ക്. എല്ലാം പുഷ്പം പോലെ അവൻ പറഞ്ഞോളും. ഇതൊരു സാധാരണ മേലങ്കി അല്ലല്ലോ. ശരിയാ, ഇത് നമുക്ക് ചിട്ടിയിട്ട് തീരുമാനിക്കാം ആർക്ക് ലഭിക്കുമെന്ന്. ഇതൊരു സാധാരണ ബ്ലോഗ് അല്ല ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പോത്തൻ വാവ. ഇതാ ഇവിടെ ഒരു കലാപം നിങ്ങൾക്കായി പ്രദർശിപ്പിക്കുകയാണ്. വരൂ, നമുക്ക് എന്താണെന്ന് നേരിട്ട് ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇവിടെ സംഭവം? കള്ളനെ പിടിച്ചതാ. അപ്പോ പോലീസിനെ വിളിച്ചില്ലേ? അതെ, ഇതൊരു നാട്ടുപ്രദേശ. ഇവിടുത്തെ ന്യായവും കോടതിയും ഞങ്ങളാ. ഓ, കള്ളന്മാരുടെ ശല്യം കേരളമെമ്പാടും കൂടി വരികയാണ്. എന്നാൽ നമ്മുടെ നാട്ടുകാർ ഇവിടെ പിടിച്ച് മാറ്റിയിടവനെ. മറ്റൊരു തല്ലുമാലം. എടാ മത്തായി, നീ പൈസ വെച്ചിട്ടാ ബ്രെഡ് എടുത്തെന്ന് പറഞ്ഞ കാര്യം ശരിയാ. പക്ഷേ എന്റെ ഒരു പഴയ പകയുണ്ടായിരുന്നു. അത് ഇന്നാണ് എനിക്ക് വീട്ടിൽ കിട്ടിയത്. ഇനി സമൂഹം തീരുമാനിക്കട്ടെ നിന്നെ എന്ത് വേണമെന്ന്. എടാ എടോ, എന്നാ ഞാൻ ഇറങ്ങാം. കടയിൽ ആരുമില്ല, ബാക്കി നിങ്ങൾ നോക്കിക്കോ. ജോസേട്ടൻ വിട്ടോ, ഇത് ഞാൻ നോക്കിക്കോളാം. എണീക്കടാ കള്ള. അപ്പന്റെ ഒരു കിടപ്പ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണം. എനിക്ക് ദാഹിക്കുന്നു. വെള്ളം എടുത്തു കൊടുക്കടാ. അമ്മ, വെള്ളം കുടിക്കേ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. മോനെ, മോനെ, ജോൺ സാറേ, ഇവൻ എന്താ എണീക്കാത്ത? അയ്യോ, എന്റെ മോനെ ഇവര് കൊന്നു കളഞ്ഞല്ലോ. ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് ഇവരാരും കൊടുത്തില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഇവനെ എന്തിനാ ഇങ്ങനെ ശിക്ഷിച്ചേ? അയ്യോ, എന്റെ മോനെ. നമ്മൾ എല്ലാ ഞായറാഴ്ചയും ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിലെ ഒരു വരി ഞാൻ പറയട്ടെ. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ക്രിസ്തുവിനെ വരവേൽക്കാൻ പൂർണ്ണമായും തയ്യാറാണെന്ന്? ചരിത്രം വീണ്ടും 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 ആവർത്തിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ക്രിസ്തുനാഥന്റെ പീഡാനുഭവവും മരണവും, തലമുറകളായി കേട്ടുവരുന്ന നീച സംഭവങ്ങൾ, യുദ്ധവും കലാപവും, ഇതൊക്കെ ഇന്നും പകൽ പോലെ പ്രസക്തമാണ്. സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു ഇത് നിങ്ങളോട് പറയാൻ. പക്ഷെ നമ്മൾ ഇതെല്ലാം ഒരു നേരം പോക്ക് പോലെ കരുതി തള്ളിക്കളയാറുണ്ട്, ഇല്ലേ? നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്വന്തം സ്നേഹിതർക്കോ ഇത് സംഭവിക്കാത്തിടത്തോളം കാലം ഇതൊരു നേരം പോക്ക് തന്നെ. എന്നാൽ ഒരു നിമിഷത്തേക്കൊന്ന് നിന്ന് ലോകത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്യുമെങ്കിൽ ഈ ഒരു അവസ്ഥയെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാകും. സന്തോഷവും മനുഷ്യത്വവും മാത്രമുള്ള ഒരു ഭൂമിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് അത് മാത്രമാണ് ഒരു കുറവെങ്കിലോ? ഞാനിവിടെ ആരെയും ചോദ്യം ചെയ്യാനല്ല. ഈ ചോദ്യങ്ങൾ 1000 തവണ 1000 വ്യക്തികൾ ചോദിച്ചതാണ്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ പള്ളിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന്
നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. മനസ്സിലായില്ല അല്ലേ? നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ, നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഗ്രന്ഥത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ രക്ഷകന്റെ വരവേൽപ്പിനായി സ്വയം ഒരുങ്ങാം.